നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്റ്റണ്ട് ആർട്ടിസ്റ്റിന്റെ മരണം. പാരഞ്ചിത്തടക്കം 5 പേർക്കെതിരെ കേസ്. സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മോഹൻരാജ് സിനിമാ ചിത്രീകരണത്തിനിടെ മരണപ്പെട്ട സംഭവത്തിൽ സംവിധായകൻ പാരഞ്ചിത്തിനെതിരെ പോലീസ് കേസ്. സഹനിർമ്മാതാക്കളടക്കം 5 പേർക്കെതിരെയാണ് കിളയൂർ പോലീസ് കേസ് രേഖപ്പെടുത്തിയത്. പാരഞ്ചിത്ത്, വിനോദ്, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ രാജ്കമൽ, നീലം പ്രൊഡക്ഷൻസ്, പ്രഭാകരൻ എന്നിവർക്കെതിരെയാണ് കേസ്. നാഗപട്ടണം ജില്ലയിലെ കീളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അളപ്പക്കുടിയിൽ ഞായറാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. കാർ മറിയുന്ന ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് മോഹൻരാജിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടമുണ്ടായത്. കാട്ടാക്കടയിൽ അതിവേഗ പോക്സോ കോടതിയുടെ ഓഫീസ് മുറിയിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൊണ്ടിമുതൽ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. കാട്ടാക്കട അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള 3 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പോക്സോ കോടതി പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട പന്തളത്തെ 11 വയസ്സുകാരുടെ മരണം പേവിഷബാധ മൂലമല്ലെന്ന പരിശോധനാ ഫലം. ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച 11 വയസ്സുള്ള ഹന്ന ഫാത്തിമ മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. വളർത്തുപൂച്ചയുടെ നഖം കൊണ്ട് കുട്ടിക്ക് ശരീരത്തിൽ മുറിവേറ്റിരുന്നു. 2 ഡോസ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. മരണകാരണം കണ്ടെത്താൻ പെൺകുട്ടിയുടെ സ്രവ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചു. മരണത്തിനുമൊന്നിച്ച് മാന്നാറിൽ ഭർത്താവിന് പിന്നാലെ ഭാര്യയും മരിച്ചു. ബുധനൂർ കടമ്പുഴ സ്വദേശി രാഘവൻ, ഭാര്യ കല്യാണി എന്നിവരാണ് മരിച്ചത്. ജീവിത വഴികളിലെല്ലാം ഒത്തൊരുമിച്ച് നടന്ന ദമ്പതികളുടെ മരണവും ഒരേ ദിവസം തന്നെയായി. രാഘവൻ ഞായറാഴ്ച പുലർച്ചെ 4-നും കല്യാണി ഞായറാഴ്ച രാത്രി 11-നുമാണ് മരണപ്പെട്ടത്. ഇരുവരുടെയും സംസ്കാരം നാളെ 10:30-ന് വീട്ടുവളപ്പിൽ നടത്തും. നിമിഷപ്രിയയുടെ മോചനം. യമൻ പൗരന്റെ കുടുംബം പ്രതികരണം അറിയിച്ചില്ല. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള യമനിലെ പ്രസിദ്ധ സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അടിയന്തര ചർച്ചകൾ നാളെയും തുടരും. രാത്രി വൈകിയും ചർച്ച നടന്നെങ്കിലും തലാലിന്റെ കുടുംബം പ്രതികരണം അറിയിച്ചിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ചകൾ നടക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തിയത് യമനിലെ സുന്നി പണ്ഡിതനാണ്. എന്നാൽ ദയാധനം സംബന്ധിച്ച ഒരു പ്രതികരണവും കുടുംബം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഗോത്ര നേതാക്കളും തലാലിന്റെ നിയമസമിതി കമ്മിറ്റി അംഗങ്ങളും കുടുംബവുമായുള്ള ചർച്ച ചൊവ്വാഴ്ചയും തുടരും. ഷെയ്ഖ് ഹബീബ് ഒമർ ബിൻ ഹഫീലിന്റെ പ്രതിനിധി സംഘം തലാലിന്റെ നാടായ ഉത്തര യമനിലെ ദമാറിൽ തുടരുകയാണ്. ചർച്ചകൾ ആശാവഹമാണെന്നും നാളെ നടക്കുന്ന തുടർ ചർച്ചയിൽ സന്തോഷകരമായ അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നും പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചു.